എല്ലാവർക്കും സാദരം നമസ്കാരം. മഹാഭാരത ഹൃദയത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാജസൂയ യാഗത്തിൽ വച്ച് അതിന് വിഘ്നമുണ്ടാക്കുന്ന രീതിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച ശിശുപാലനും ഭീഷ്മരും തമ്മിലുള്ള അതിഘോരമായ വാക്കേറ്റം ഇടപെട്ടുകൊണ്ട് ഭീമസേനൻ ശിശുപാലനെ വധിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. ആ ഭീമനോട് ഭീഷ്മർ ശിശുപാലൻ്റെ ശൈശവ കഥ പറയുന്നു. ഈ ശിശുപാലൻ വാസ്തവത്തിൽ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ തേജസ്സാണ്. അതുകൊണ്ടാണ് അവന് ഇത്രയധികം സാഹസവും ധൈര്യവും വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെപ്പോലും വെല്ലുവിളിക്കാൻ തക്കവണ്ണം ധൈര്യം അവന് എങ്ങനെ ഉണ്ടാകും എന്ന് ഭീഷ്മർ പറയുന്നു. അത് കേട്ട് ശിശുപാലൻ കൂടുതൽ പ്രകോപിതനായിട്ട് പറയുകയാണ്, എടോ ഭീഷ്മ, നിനക്ക് ഈ ശ്രീകൃഷ്ണനെ ഇങ്ങനെ സ്തുതിക്കണമെന്ന് എത്ര നിർബന്ധം എന്താണ്? നിനക്ക് സ്തുതിക്കണമെങ്കിൽ ഇവിടെ ബലവാനായിട്ടുള്ള ബാഹ്ലീക രാജാവുണ്ട്, ജരാസന്ധനെ പോലും യുദ്ധത്തെ പരാജയപ്പെടുത്തിയ കർണൻ, വില്ലാളി വീരനായ കർണനുണ്ട്, ദ്രോണരും അശ്വത്ഥമാവും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുമാണ്, ലോകം കണ്ട ഏറ്റവും വലിയ പോരാളികളുമാണ്, ശാരദ്വതനായ കൃപാചാര്യർ, രുക്മി എന്ന് പറയുന്ന വില്ലാളി വീരൻ, ശല്യർ, വിരാട് രാജാവ്, ദ്രുപദ രാജാവ്, കൂടാതെ ഭഗദത്തൻ, ശംഖൻ, ശ്വേതൻ, കൂടാതെ ഏകലവ്യൻ എന്ന് പറയുന്ന രാജാവ്, ഇങ്ങനെ നിരവധി രാജാക്കന്മാർ ഇവിടെയുണ്ട്. അവരെ ആരെങ്കിലും നിനക്ക് സ്തുതിക്കാൻ പാടില്ലേ? എന്തിന് ഈ കൃഷ്ണനെ സ്തുതിക്കണം? ഈ രാജാക്കന്മാരൊക്കെ വിചാരിച്ചാൽ നിന്നെ ഇവിടെ വച്ച് നിൻ്റെ കഥ കഴിക്കാൻ സാധിക്കും. അവരുടെ കാരുണ്യം കൊണ്ടാണ് അവർ നിന്നെ ജീവിച്ചിരിക്കാൻ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിൻ്റെ പക്വതയൊക്കെ വിട്ടുകൊണ്ട് അദ്ദേഹം കൂടുതൽ പ്രകോപിതനായി, വികാരവിവശനായി, ക്രോധത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഇവരൊക്കെ വിചാരിച്ചാൽ എന്നെ കൊല്ലാൻ സാധിക്കുമെന്നാണ്. ഞാൻ ഇവരുടെ കൃപ കൊണ്ടാണ് ജീവിക്കുന്നതെന്നാണെങ്കിൽ ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ഈ രാജാക്കന്മാരൊക്കെ തന്നെ എനിക്ക് തൃണസമാനമാണ്. ഗണയാമ്യേ ഏതാം തൃണേനാപി നരാധിപാൻ. ഞാൻ ഇവരൊക്കെ പുല്ലായിട്ടേ കണക്കാക്കുന്നുള്ളൂ എന്ന് പറയുകയാണ്. അല്പം കടന്ന കൈയാണ് ഭീഷ്മർ കാണിച്ചത്. ക്ഷണിച്ചു വരുത്തിയ അതിഥികളെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. സഹിക്കില്ലല്ലോ രാജാക്കന്മാർ. അവിടെ രാജാക്കന്മാർ കൂടുതൽ പ്രകോപിതരായി. അവർ ഭീഷ്മരെ നിന്ദിച്ചു. ചിലർ ഹർഷിക്കുകയും ചെയ്തു. ഇവൻ പാപിയാണ്, ഇവനെ കൊല്ലണം, അധർമ്മിയാണ്, ഇവനെ ഒരു മൃഗത്തെ ഞെരിച്ചു കൊല്ലുന്നത് പോലെ കൊല്ലണം എന്ന് ചിലർ പറഞ്ഞു. ചിലർ പറഞ്ഞു ഇവനെ ഈ ഉണക്ക പുല്ല് കത്തിക്കുന്നത് പോലെ കത്തിച്ച് കളയണമെന്ന് പറഞ്ഞു. ഏതായാലും ഇവനെ ബാക്കി വെക്കാൻ പാടില്ല എന്നൊക്കെ ചില ആളുകൾ അമർഷത്തോടുകൂടി വിളിച്ചു പറഞ്ഞപ്പോൾ ഭീഷ്മർ പറഞ്ഞു, അല്ലയോ രാജാക്കന്മാരെ, എന്നെ മൃഗത്തെ പോലെ ഞെരിച്ചു കൊല്ലണോ അല്ല ഉണക്ക പുല്ല് പോലെ കത്തിച്ച് കൊല്ലണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. പക്ഷേ എന്നെ കൊല്ലാൻ വരുന്ന ചിന്തിക്കുന്ന ആൾക്കാരുടെ ശിരസ്സിലാണ് ഞാൻ എൻ്റെ 2 കാലും വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ വെല്ലുവിളിയുടെ ഒരു ഭാഷയാണ്. അതാണ് സഹദേവനും ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. നിങ്ങളുടെ ശിരസ്സിലാണ് എൻ്റെ കാലുകൾ ഞാൻ വച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കൂ എന്നുള്ള വെല്ലുവിളിയാണ് അവിടെ അദ്ദേഹം കാണിച്ചത്. ഞങ്ങൾ പൂജിച്ച ഈ കൃഷ്ണനെക്കുറിച്ചാണല്ലോ നിങ്ങൾക്ക് എതിർപ്പ്, എങ്കിൽ നിങ്ങൾ ഈ കൃഷ്ണനെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യൂ ധൈര്യമുണ്ടെങ്കിൽ എന്ന് ഭീഷ്മർ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ശിശുപാലൻ കൃഷ്ണനെ നോക്കിയിട്ട് പറയുകയാണ്, ഹേ ജനാർദ്ദന, നീ എന്നോട് യുദ്ധത്തിന് വരും, ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. നിന്നെ ഞാൻ കൊല്ലും. നിൻ്റെ ആശ്രിതരായ ഈ പാണ്ഡവരെയും ഇവിടെ കൊല്ലാൻ പോവുകയാണ്. കാരണം ഈ പാണ്ഡവന്മാർ ചെറിയ പ്രായം മുതൽ നിന്നെയാണ് ആരാധിച്ചത്. അതുകൊണ്ട് അവരും വധ്യരാണ്. അവരെയും ഞാൻ കൊല്ലാൻ പോവുകയാണ്. നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്ന് പറഞ്ഞു. ശിശുപാലൻ യുദ്ധത്തിനായിട്ട് മുന്നോട്ട് വരികയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ, അതുവരെ ശാന്തനായിരുന്ന ഭഗവാൻ, തൻ്റെ ശാന്തത കൈവിടാതെ തന്നെ മൃദുവായിട്ട് ആ രാജാക്കന്മാരോട് പറഞ്ഞു, അല്ലയോ രാജാക്കന്മാരെ, ഈ ശിശുപാലൻ എൻ്റെ വംശമായ യാദവ വംശത്തിൽ ജനിച്ച യാദവ സ്ത്രീയായ സാത്വതന്മാരാണ് യാദവന്മാർ. ആ സാത്വതന്മാരുടെ ആ കന്യക സ്ത്രീയായിട്ടുള്ള സാത്വതിയായിട്ടുള്ള ആ ഞങ്ങളുടെ അച്ഛൻ പെങ്ങളുടെ മകനാണ് ഇവൻ. എന്നിട്ട് അവൻ സാത്വതന്മാർക്ക് തന്നെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ശത്രുവായിട്ട് ഇവൻ മാറി.
ഞങ്ങൾ നരകാസുരനെ വധിക്കാൻ വേണ്ടി പ്രാഗ്ജ്യോതിഷത്തിലേക്ക് ചെന്ന സമയത്ത് ആരുമില്ലാത്ത തക്കം നോക്കി ഇവൻ ദ്വാരകയിൽ വന്ന് ദ്വാരകക്ക് തീവയ്ക്കുകയുണ്ടായി. അതുപോലെ ഇവൻ ഉഗ്രസേന രാജാവ് ഗോമന്ത പർവ്വതത്തിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വലിഞ്ഞു കയറി വന്ന് അവൻ ഉഗ്രസേനൻ്റെ ഭൃത്യന്മാരെ അനേകം പേരെ വധിക്കുകയും ചിലരെയൊക്കെ അദ്ദേഹം ബന്ദികളാക്കി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഉപദ്രവം ചെയ്തു. പിന്നെ എൻ്റെ അച്ഛൻ അശ്വമേധം ചെയ്യാൻ വേണ്ടിയിട്ട് കുതിരയെ വിട്ട സമയത്ത് ആ കുതിരയെ ഇവൻ അപഹരിച്ചുകൊണ്ട് അശ്വമേധ യാഗത്തിന് വിഘ്നം വരുത്താൻ ശ്രമിക്കുകയുണ്ടായി. മറ്റൊരു പ്രാവശ്യം ഇവൻ കരൂഷ രാജാവിനെ സ്നേഹിച്ച കരൂഷ രാജാവിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് തപസ് ചെയ്ത ഭദ്ര എന്ന പേരുള്ള ആ കന്യകയെ കരൂഷ രാജാവിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് വേഷപ്രച്ഛന്നനായിട്ട് ചെന്ന് അപഹരിച്ചു കൊണ്ടുപോയി, കടത്തിക്കൊണ്ടുപോയി. ഇങ്ങനെ നിരവധി ഉപദ്രവങ്ങൾ ഇവൻ നാട്ടുകാർക്കും ചെയ്തു, ഞങ്ങൾക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ പെങ്ങൾക്ക് ഞാൻ കൊടുത്ത വാക്കുകളെ ഓർത്തിട്ട് ഇവനെ ഞാൻ കൊല്ലാതിരുന്നു. ഞാൻ ഇവൻ്റെ കുറ്റങ്ങൾ സഹിക്കുകയായിരുന്നു. ഇതിനൊക്കെ പുറമെ എൻ്റെ പത്നിയായ രുക്മിണിയെയും ഈ മൂഢൻ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലജ്ജയുമില്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവൻ്റെ കുറ്റങ്ങൾ പറഞ്ഞപ്പോൾ പല രാജാക്കന്മാരും ആ ശിശുപാലനെ നിന്ദിക്കാൻ തുടങ്ങുകയാണ്. അത് കേട്ട് ശിശുപാലൻ പറഞ്ഞു, ഹേ കൃഷ്ണ, സ്വന്തം ഭാര്യയുടെ പേര് സാധാരണ സഭയിൽ ആരും പറയാറില്ല. നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ സ്വന്തം ഭാര്യയുടെ പേര് ഇവിടെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? സ്ത്രീകളുടെ പേര് ആരെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ വിളിച്ചു പറയാറുണ്ടോ? അതുമല്ല, അന്യന് വാഗ്ദത്തയായ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കിയ നിൻ്റെ ഈ പെരുമാറ്റത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു? അത് സജ്ജനങ്ങൾ ചെയ്യുന്ന പെരുമാറ്റമാണോ നീ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഭഗവാനെ വീണ്ടും നിന്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ആ ശിശുപാലനെ വധിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് മനസാചിന്തയ ചക്രം ദൈത്യവർഗ നിഷൂദനം. ഭഗവാൻ മനസ്സുകൊണ്ട് തൻ്റെ ചക്രത്തെ സ്മരിച്ചു. ദൈത്യവർഗത്തെ നിഷൂദനം ചെയ്ത ആ ഘോരമായ ആ തേജസ്സിനെ, സുദർശന ചക്രത്തെ ഭഗവാൻ സ്മരിച്ചു. ഭഗവാന്റെ കയ്യിൽ ആ ചക്രം വന്നു ചേർന്ന സമയത്ത് ഭഗവാൻ ഒന്നുകൂടി ഉറക്കെ രാജാക്കന്മാരോട് പറഞ്ഞു, രാജാക്കന്മാരെ, ഇതാ ഇവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് കാരണം ഞാൻ ഇത്രയും കാലം സഹിച്ചു. ഇവൻ്റെ അപരാധങ്ങൾ 100 കവിഞ്ഞിരിക്കുന്നു. 100 തെറ്റുകൾ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഇവനെ ഞാൻ വധിക്കുകയാണ്, നിങ്ങളൊക്കെ കണ്ടോളൂ എന്ന് ഭഗവാൻ ഉറക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ ഭഗവാന്റെ ആ സുദർശന ചക്രം ശിശുപാലൻ്റെ അടുത്ത് ചെന്ന് ശിശുപാലൻ്റെ ശിരസ് ഛേദിച്ച് കളഞ്ഞു. ശിശുപാലൻ അവിടെ തറയിലേക്ക് മരിച്ചു വീണു. ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്നും ഉയർന്നു വന്ന അത്യുജ്വലമായൊരു തേജസ്, ഒരു സൂര്യസമപ്രഭമായ ഒരു തേജസ് അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഭഗവാന്റെ അടുത്തേക്ക് നീങ്ങി ഭഗവാനെ അത് വന്ദനം ചെയ്ത് ഭഗവാന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തപ്പോൾ അവിടെ കൂടിയുന്ന രാജാക്കന്മാരൊക്കെ തന്നെ അത്ഭുത സ്തബ്ധരായി മൗനം പാലിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ആർക്കും പ്രതികരിക്കാൻ സാധിച്ചില്ല. ശിശുപാലൻ്റെ സ്വന്തം ആളുകൾക്കും പ്രതികരിക്കാൻ ഉള്ള ധൈര്യം ഉണ്ടായില്ല. മൗനം പാലിക്കുകയാണ്. പക്ഷേ ചില ആളുകൾ അമർഷം കൊണ്ട് പല്ലിറുമ്പുന്നുണ്ടായിരുന്നു, കൈ ചുരുട്ടുന്നുണ്ടായിരുന്നു. ചില ആളുകൾ രഹസ്യമായി ഭഗവാനെ പ്രശംസിക്കുകയും ചെയ്തു. മേഘമില്ലാതെ ആകാശത്തു നിന്നും മഴ പെയ്യുകയുണ്ടായി. ഭൂമി കുലുങ്ങി. ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഉൽക്കാപാതമുണ്ടായി. ഉൽക്കകൾ പതിച്ചു. ഇങ്ങനെ ദുർനിമിത്തങ്ങൾ കണ്ടു. അങ്ങനെ ആ ശിശുപാല വധ സന്ദർഭത്തിൽ പ്രകൃതി പോലും അതിനോട് പ്രതികരിച്ചു. ഇങ്ങനെ ഈ അത്യുഗ്രമായ ഈ നിമിത്തങ്ങളൊക്കെ തന്നെ വരാനിരിക്കുന്ന വലിയ ക്ഷത്രിയ വിനാശത്തെ, യുദ്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ രാജാക്കന്മാരുടെ പല പല ചേരികൾ കണ്ടു. ഭഗവാൻ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവരും നിഷ്പക്ഷത പാലിച്ചവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് കുരുക്ഷേത്ര ഭൂമിയിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടുള്ള ഒരു ചേരിതിരിവ് ഈ യാഗത്തിൻ്റെ ഭൂമിയിൽ അവിടെ കാണുകയാണ്. എങ്കിലും യാഗം ഗംഭീരമായിട്ട് പര്യവസാനിച്ചു. എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യയുണ്ടായി, മൃഷ്ടാന്ന ഭോജനമുണ്ടായി. ആളുകളെങ്ങനെ ഭക്ഷണം കഴിക്കൂ, ദാനം ചെയ്യൂ, ഭുജ്യതാം ദീയതാം എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ മാത്രമാണ് അവിടെ ഉദ്ഘോഷിക്കപ്പെട്ടത്. എല്ലാവരും അത്യാനന്ദപൂർവ്വം അത് ആഘോഷിച്ചു. വാദ്യങ്ങളും നൃത്തങ്ങളും ഗീതങ്ങളും ഉണ്ടായി. പണ്ഡിതന്മാരുടെ സദസ്സുകളുണ്ടായി. ഇതിഹാസ പുരാണങ്ങളുടെ ആഖ്യാനങ്ങളുണ്ടായി. കോടിക്കണക്കിന് ധനം അങ്ങനെ ദാനം ചെയ്തു. ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു, സമ്മാനങ്ങൾ കൊടുത്തു. കോടീസഹസ്രം ഒക്കെയാണ് അവിടെ ഈ ദാനം ചെയ്ത ആ ധനത്തിൻ്റെ അളവായിട്ട് പറയുന്നത്. അതിനുശേഷം ആ ഋത്വിക്കുകളെയൊക്കെ തന്നെ യുധിഷ്ഠിര മഹാരാജാവ് വന്ദിച്ച് അവർക്ക് ദക്ഷിണ ചെയ്തു.
അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രഭാവം കൊണ്ടും സാക്ഷാൽ ജനാർദ്ദന ഭഗവാന്റെ പ്രഭാവം കൊണ്ടുമാണ് എനിക്ക് ഈ യാഗം സമ്പൂർണ്ണമാക്കാൻ സാധിച്ചത് എന്ന് അവരെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. യാഗാന്ത്യത്തിൽ ശ്രീകൃഷ്ണനെയും ബലരാമനെയും ഭീഷ്മദ്രോണാദികളെയൊക്കെ തന്നെ പൂജിച്ചു. ഓരോ രാജാക്കന്മാരെയും സൽക്കരിച്ചുകൊണ്ട് അവരവരുടെ രാജ്യത്തേക്ക് അവരെ അനുഗമിക്കാൻ പ്രത്യേകം ആളുകളെ ഏർപ്പാടാക്കി ആദരവോടുകൂടി അവരവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനും തൻ്റെ തേരിൽ കയറി, ഭഗവാനാകുന്ന ആ പുണ്ടരീകാക്ഷൻ എന്നാണ് വ്യാസൻ എടുത്തു പറയുന്നത്. ഈ അധ്യായങ്ങളിലൊക്കെ തന്നെ ഭഗവാനെക്കുറിച്ച് പുണ്ടരീകാക്ഷൻ എന്ന് ആവർത്തിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഭഗവാന്റെ ആ ദിവ്യ സൗന്ദര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങുന്ന സമയത്ത് തേരിൽ കയറുമ്പോൾ യുധിഷ്ഠിരനോട് പറഞ്ഞു, അപ്രമത്തസ്ഥിതോ നിത്യം പ്രജാപാഹി വിശാംപതേ. അങ്ങ് തെറ്റുകൂടാതെ പ്രമാദമില്ലാതെ സ്ഥിരനായിക്കൊണ്ട് രാജ്യം പാലിക്കൂ, പ്രജകളെ പാലിക്കൂ എന്ന് പറഞ്ഞു. ഇതേ വാക്യം പിന്നീട് വ്യാസനും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും ആ ഇന്ദ്രപ്രസ്ഥം വിട്ടുപോയി. പക്ഷെ ആ സഭ വിട്ടുപോകാത്ത 2 പേരുണ്ടായിരുന്നു. ആ 2 പേര് എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ ആ കഴുക കണ്ണുകൾ അതൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആരായിരുന്നു ആ 2 പേര്? ദുര്യോധനനും അമ്മാവനായ ശകുനിയുമായിരുന്നു. ആ 2 പേരുടെ 4 കണ്ണുകൾ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ട് ഉള്ളിൽ പലതരത്തിലുള്ള ദുഷിച്ച ചിന്തകളോട് കൂടിയിട്ട് അവിടെ തന്നെ നിന്നു. അവർ മാത്രം എവിടെയും പോയില്ല എന്ന് പ്രത്യേകം പറയുന്നു. തുടർന്നാണ് ശ്രീ മഹാഭാരതത്തിൻ്റെ കഥാഗതിയെ മാറ്റി എഴുതുന്ന ഏറ്റവും പ്രധാനമായിട്ട് ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. 46-ാം അധ്യായത്തിൽ നടക്കുന്ന വ്യാസനും യുധിഷ്ഠിരനും തമ്മിലുള്ള സംവാദവും യുധിഷ്ഠിരൻ്റെ പ്രതിജ്ഞയുമാണ് ഈ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ഈ യുധിഷ്ഠിരൻ്റെ പ്രതിജ്ഞയാണ് തുടർന്നുള്ള സംഭവങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ദുര്യോധനാദികളുടെ കടുങ്കൈകളും പാണ്ഡവർ നിശബ്ദം സഹിക്കാനുള്ള കാരണം. സ്വന്തം പത്നിയെ സഭയിൽ വെച്ച് വലിച്ചിഴച്ച് വസ്ത്രാക്ഷേപം ചെയ്തപ്പോഴും അവർ പ്രതികരിക്കാതിരുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് കാണിക്കുന്ന ഒരു കഥയാണ് ഈ അടുത്ത അധ്യായത്തിൽ 46-ാം അധ്യായത്തിൽ പറയുന്നത്. പക്ഷേ പല പണ്ഡിതന്മാരും നിരൂപകന്മാരും ഈ അധ്യായത്തെ മനഃപൂർവ്വമെന്നോണം അവഗണിച്ചതായിട്ട് കാണുന്നു. പക്ഷേ ഈ കഥ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രാജ്യസൂയം കഴിഞ്ഞ് കൊട്ടാരത്തിലിരിക്കുന്ന ആ യുധിഷ്ഠിര രാജാവിൻ്റെ അടുത്തേക്ക് വേദവ്യാസ മഹർഷി ശിഷ്യന്മാരോടൊപ്പം വന്നു ചേരുകയാണ്. അദ്ദേഹത്തെ എഴുന്നേറ്റ് പൂജിച്ച് ആസനം നൽകി ഇരുത്തി. വ്യാസനും ഇരുന്ന ശേഷം അങ്ങ് ആസ്യതാം ഇരുന്നാലും എന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവും ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് സാമ്രാജ്യം അങ്ങക്ക് ലഭിച്ചല്ലോ, അങ്ങ് സുഖമായിരിക്കുകയല്ലേ, അഭിവൃദ്ധിയില്ലേ, കുരുക്കൾക്ക് വേണ്ടത്ര അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിച്ചിട്ടില്ലേ, എനിക്ക് സന്തോഷമായി, ഞാനും തൽക്കാലം ഇവിടുന്ന് പോവുകയാണ് എന്ന് വ്യാസൻ പറഞ്ഞപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, അല്ലയോ നരശ്രേഷ്ഠ, ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. നാരദ മഹർഷി എന്നോട് പറഞ്ഞു 3 തരത്തിലുള്ള ഉൽപ്പാദങ്ങൾ ഇവിടെ കണ്ടു എന്ന്. ഏതൊക്കെയായിരുന്നു? ദിവ്യം, അന്തരീക്ഷം, പാർത്ഥിവം. സ്വർഗത്തിൽ ഉള്ള ചില ഉൽപ്പാദങ്ങൾ, ആകാശത്തിൽ കാണുന്നവ, പിന്നെ ഭൂമിയിൽ കാണുന്ന ദുശകുനങ്ങൾ. ഇങ്ങനെ 3 തരത്തിലുള്ള ശകുനങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. ശിശുപാല വധത്തിന് ശേഷം ഈ ശകുനങ്ങൾ മറഞ്ഞു പോയതാണോ? ശിശുപാല വധത്തെ സൂചിപ്പിക്കുന്നതാണോ ഈ ശകുനങ്ങൾ? അല്ല, മറ്റെന്തെങ്കിലും അപകടത്തെ സൂചിപ്പിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു, ഈ ഉത്പാദങ്ങളുടെ, ഈ ശകുനങ്ങളുടെ ഫലം 13 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ ഫലം എന്തായിരിക്കും? അത് സർവക്ഷത്ര വിനാശമായിരിക്കും, സർവക്ഷത്രിയന്മാരുടെയും നാശമായിരിക്കും. എന്താണ് അതിന് കാരണമായിട്ട് വരിക? ത്വാമേകം കാരണം കൃത്വാ കാലേന ഭരതഋഷഭ സമേതം പാർത്ഥിവം ക്ഷത്രം ക്ഷയം യാസ്യതി ഭാരത. നീ ഒരാളെ കാരണമാക്കിയിട്ട് കാലത്തിൻ്റെ ഗതി അനുസരിച്ചും ഈ ലോകത്തുള്ള സകല ക്ഷത്രിയന്മാരും നാശത്തെ പ്രാപിക്കും. പിന്നെയോ ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു, ത്വാമേകം കാരണം കൃത്വ, നീ ഒരുത്തൻ കാരണമായിട്ട് എന്നതിൻ്റെ കൂടെ ഒന്നുകൂടി അദ്ദേഹം ചേർക്കുന്നുണ്ട്, ദുര്യോധനാപരാധേന ഭീമാർജുന ബലേന ച. ദുര്യോധനൻ്റെ അപരാധ ബുദ്ധിയും ഭീമാർജുനന്മാരുടെ ബലം കാരണവും ആണ് ആ നാശം സംഭവിക്കുക. മൂലകാരണം നീ ആയിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഉറക്കത്തിൽ
ക്ഷപാന്ത്യത്തിൽ, അതായത് രാത്രിയുടെ അവസാനം പ്രഭാതമാകാൻ പോകുന്ന സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ സത്യമാകുമെന്നൊരു വിശ്വാസമുണ്ട്. ഉറക്കത്തിൽ പുലരാകുന്ന സമയത്ത് നീ സാക്ഷാൽ രുദ്രഭഗവാനെ ദർശിക്കും സ്വപ്നത്തിൽ. എങ്ങനെയുള്ള ആളാണ്? നീലകണ്ഠം ഭവം സ്ഥാണും കപാലിം ത്രിപുരാന്തകം ഉഗ്രം രുദ്രം പശുപതിം മഹാദേവം ഉമാപതിം ഹരം ശർവം വൃഷം ശൂലം പിനാകിം കൃത്യവാസസം കൈലാസകൂടപ്രതിമം വൃഷഭേവസ്ഥിതം ശിവം നിരീക്ഷമാണം സതതം പിതൃരാജാശ്രിതാം ദിശം. ആ ശിവൻ വൃഷഭാരൂഢനായിട്ട് പിതൃരാജാശ്രിതാം ദിശം, ആ യമദിശയായിട്ടുള്ള മൃത്യുദേവൻ്റെ ദിശയായിട്ടുള്ള തെക്ക് ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ആണ് ഇരിക്കുക. അങ്ങനെയുള്ള ശിവനെ നീ ദർശിക്കും. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാലത്തെ അതിക്രമിക്കാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. വിഷാദിച്ചിട്ട് കാര്യമില്ല. നീ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ കൈലാസപർവ്വതത്തിലേക്ക് പോവുകയാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. നീ എന്ത് ചെയ്യണം? അപ്രമത്തസ്ഥിതോദാന്ത പൃഥിവീം പരിപാലയ. നേരത്തെ കൃഷ്ണഭഗവാൻ പറഞ്ഞ അതേ കാര്യം പറഞ്ഞു. അപ്രമത്തസ്ഥിതോദാന്ത, പ്രമാദമില്ലാതെ തെറ്റുകൂടാതെ പ്രജാപാലനം ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വ്യാസൻ പോയി വിശിഷ്യരോടൊപ്പം പോയി. യുധിഷ്ഠിര മഹാരാജാവ് ചിന്താശോകസമന്വിതനായിട്ട് മാറുകയാണ്. ദീർഘനിശ്വാസങ്ങളിങ്ങനെ അദ്ദേഹം വിട്ടുകൊണ്ടിരുന്നു. ചിന്താപരവശനായി താൻ കാരണം ലോകനാശം ഉണ്ടാകും, ക്ഷത്രിയ വിനാശം ഉണ്ടാകും. എന്താണ് പ്രതിവിധി? ആ പ്രതിവിധിയായിട്ടാണ് അദ്ദേഹം വളരെ ഉറച്ചതായൊരു തീരുമാനത്തിലേക്ക് പിന്നീട് നീങ്ങുന്നത്. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. തുടർന്നുള്ള സംഭവ വികാസങ്ങൾ ഓരോന്നും നാടകീയമായ സംഭവ വികാസങ്ങളിലേക്കാണ് തുടർന്ന് ഈ കഥ മുന്നോട്ട് പോകുന്നത് എന്നും കാണാൻ സാധിക്കും.